ഞാൻ പഴുത്തമാങ്ങ കറി വെക്കാനുള്ളത് ഇവിടെ വെച്ചേ. വേണ്ട ഞാൻ കൊണ്ടുപോയി കഴിക്കാം. അമ്മയ്ക്ക് വേണോ? മതിയോ? രണ്ടുപേരെ കഴിയേ വേണ്ടേ? ഇതങ്ങ് വെച്ചേര്. ഓ, ഞാന് ജോലി കഴിഞ്ഞിറങ്ങിയപ്പം പെരുമഴയും കാറ്റുമായിരുന്നു പ്രിയങ്ങളെ. അതുകൊണ്ട് എനിക്ക് രണ്ടിടത്ത് കയറണമായിരുന്നു. ഒന്ന് പെട്രോൾ അടിക്കാൻ കയറണമായിരുന്നു, ഒന്ന് മീൻ മേടിക്കാൻ കയറണമായിരുന്നു. പെട്രോൾ അടിക്കാൻ രണ്ടിടത്തും കയറുമ്പോൾ കോട്ട് ഊരണം, ബാഗ് കോട്ടിനകത്ത് വെച്ച് നമ്മളിങ്ങനെ കവർ ചെയ്തേക്കുമായിരുന്നു. അതുപോലെ മഴയായിരുന്നു. പിന്നെ പെട്രോൾ അടിക്കാൻ കയറി ഈ കോട്ടെല്ലാം വലിച്ചൂരി പൈസയൊക്കെ എടുത്ത് കൊടുത്ത് പെട്രോളൊക്കെ അടിച്ച് നമ്മൾ മീൻ മേടിക്കുന്നിടത്ത് വന്നപ്പോൾ മഴ തോർന്നു. അപ്പോൾ പിന്നെ ഞാൻ കോട്ടങ്ങ് മടക്കി വെച്ചു. പിന്നെ ഇങ്ങോട്ട് ചാറ്റമഴ മാത്രമേ ഉള്ളൂ. ഇനി വന്ന് ഇവിടെ അങ്ങും പെയ്തതേ ഇല്ല. കാറ്റും കോളും മാത്രമേ ഉള്ളായിരുന്നു, പെയ്തിട്ടേ ഇല്ല. പിന്നെ അമ്മയുടെ ഒക്കെ കയറി അത്താഴത്തിനുള്ള ചോറും അവിയലും എടുത്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നു. ഞാൻ ആ മീൻ മേടിച്ചത് മാന്തളാണ് കേട്ടോ. അതെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കഴുകി ഇച്ചിരി മസാല കൂടെ പുരട്ടി അങ്ങ് വെക്കാം. നാളെ ഇനി രാവിലെ പള്ളിയിൽ പോകണം. മോനുകുട്ടന് സൺഡേ സ്കൂളുണ്ട്. എന്തോ മോനുകുട്ടൻ ജാതിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് കുറച്ച് വിനാഗിരി ചേർക്കും കേട്ടോ. തിളപ്പിച്ചാർച്ച വെള്ളത്തിലൊക്കെയാണ് ഇട്ടത്. മതി. അത് ഉപ്പൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഉപ്പും മുളകും ഒക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഞാനത് ഉപ്പിലിട്ട് അന്ന് ഞാൻ ഇച്ചിരി കഴിച്ചു, പിന്നെ എടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല നാളെ പള്ളിയിൽ പോകണം. ചായക്ക് ഒരു ക്രാക്ക് ജാക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഇളക്കണ്ട നിൽക്കൊരു കാര്യം. ഇത് കണ്ടോ, ഇതെങ്ങനെയുണ്ട്? ഇതുണ്ട്. ഈ ഒരു പ്രീലാക്ക് എന്ന് പറയുന്ന ഒരു പ്രീ പ്രോബയോട്ടിക് ഒരു ടാബ്ലറ്റ് ഉണ്ട്. അവരുടെ റെപ്രസെൻറ്റേറ്റീവ് കൊണ്ട് തന്നതാ കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നു. അവിടെ കുറേ ദിവസം കൊണ്ട് അവരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക പാവത്തിന്. ഞാൻ ഇങ്ങെടുത്തോണ്ട് പോരും. നമുക്കിനി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് സുന്ദരിമണിയാക്കാം. ഇനിയിപ്പോൾ നമുക്ക് പ്രീലാക്കിൻ്റെ ലേബലൊന്നും വേണ്ട. കുളിക്ക്. ഇന്നലെ നമ്മളിവിടെ നമ്മൾക്ക് എന്തെങ്കിലും ഇന്ന് തുണിയാണ് കൊണ്ടുപോകും. എൻ്റെ ഇത്തരുത്. ഞാനിവിടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സഹായത്തിനൊക്കെ വിളിക്കുന്ന ഒരു സുധീഷുണ്ട്. സുധീഷ് എനിക്ക് കുറച്ച് പഴുത്തമാങ്ങ കഴിഞ്ഞ ദിവസം തന്നായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി കൊണ്ട് തന്നു. ഞാനത് അമ്മയുടെ ഏൽപ്പിച്ചു. അമ്മയൊക്കെ പറഞ്ഞു മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പം പഴുത്തമാങ്ങ കറി വെച്ചാൽ ഇപ്പം അങ്ങനെ വേണ്ട. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. എനിക്ക് ചുമ്മാ കഴിക്കും. ഫുള്ളും തിന്നും. നല്ല മാങ്ങ, നാടൻ മാങ്ങ. എനിക്ക് ഒരാഴ്ചയായിട്ട് എൻ്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട് പ്രിയങ്ങളെ. കണ്ണ് ഒരു ദിവസം പെട്ടെന്ന് രാത്രി കണ്ണ് അങ്ങോട്ട് ചൊറിഞ്ഞ് തടിച്ച്. അപ്പോൾ ഞാൻ കണ്ണ് ചൊറിയുന്ന കണ്ടപ്പോൾ മോനുകുട്ടൻ എന്നെ വഴക്ക് പറഞ്ഞ് കണ്ണ് ചൊറിയരുതെന്ന്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഉണ്ടല്ലോ കൺപോളയും കണ്ണിനകത്തെ ആ ഒരു ഇതുണ്ടല്ലോ അതെല്ലാം അങ്ങ് വല്ലാതെ അങ്ങ് വീർത്തു, വല്ലാതെ കണ്ണ് ഭയങ്കര. പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസമായിട്ട് കണ്ണ് ചൊറിയുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇന്നുമായിട്ട് കണ്ണിനും വേദനയായി. അപ്പോൾ ഇൻഫെക്ഷൻ എന്തോ ആണ്. അപ്പോൾ മെഡിസിനൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്താ കാര്യമൊന്നും അറിയത്തില്ല. എന്തുവാ പല്ലിൻ്റെ പ്രശ്നം കാണിക്കാൻ ഡോക്ടറെ കാണണമെന്ന് പറയുന്നതേ ഉള്ളൂ. ഇതുവരെ പോയില്ല. ഈ അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും എനിക്കൊന്ന് പോയേ പറ്റത്തുള്ളൂ പ്രിയങ്ങളെ. അത്ര കഠിനമായ പ്രശ്നങ്ങളായി. ഇപ്പം വായിലോട്ടൊന്നും കൊണ്ടുചെല്ലാൻ പറ്റത്തില്ല, ഒന്നും സമാധാനത്തെ കഴിക്കാൻ പറ്റുന്നില്ല. എനിക്കതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് കൊതിയുള്ള സാധനങ്ങളെല്ലാം ഒന്നും കഴിക്കാണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എനിക്കിഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ കട്ടിയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ അങ്ങോട്ട് കഴിക്കാനേ തോന്നുന്നില്ല. പല്ലിൻ്റെ പ്രശ്നം കൊണ്ടാണോ അതോ എനിക്കിനി അതിനകത്തോടൊക്കെ അതൃപ്തിയാവുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും ഞാൻ കഴിക്കാറേ ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു 3 പാക്കറ്റ് കപ്പലണ്ടി മിഠായെങ്കിലും ഞാൻ കഴിക്കുന്നതാണ്. ഇപ്പം അതൊന്നും വാങ്ങാറേ ഇല്ല. അഥവാ എനിക്ക് ആരെങ്കിലും കൊണ്ടു തരുന്നത് പോലും ഞാൻ ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുക്കും. അതായത് ജാനിക്കുട്ടിക്കോ അമ്മയ്ക്കോ. അമ്മ കഴിക്കും.
അമ്മയ്ക്കോ കൊടുക്കും. എന്തുവാ ഇപ്പം കഴിഞ്ഞ ദിവസം ആരോ വന്നപ്പോൾ എനിക്ക് എള്ളുണ്ട കൊണ്ട് തന്നത്. എള്ളുണ്ട എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ എനിക്കിപ്പം കഴിക്കാൻ വയ്യ. ഞാൻ പിന്നെ അമ്മയ്ക്കും ജാനിക്കുട്ടിക്കുമായിട്ട് കൊടുത്തു. സുന്ദരി അത് അമ്മ കഴിക്കാൻ പറ്റിയ സുന്ദരി. എന്താ മറ്റേ സുന്ദരി മലബാർ സിന്ദൂരി. മലബാർ സിന്ദൂരി അത് സോഫ്റ്റാ, എള്ളുണ്ട പോലെ അല്ല. അത് ഞാൻ കഴിച്ചു. എള്ളുണ്ട കഴിച്ചില്ല. അപ്പം അതുപോലെ എനിക്കിപ്പം ഒരുമാതിരിപ്പെട്ട കറികളും കൂട്ടാനും ഒക്കെ കഴിക്കാൻ പ്രയാസമുണ്ട്. പ്രിയങ്ങളെ മെഴുക്കുവരട്ടി കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് എന്നും എന്തെങ്കിലും തോരനും മെഴുക്കുവരട്ടിയൊക്കെ കാണുമല്ലോ. അതൊന്നും അറ്റ്ലീസ്റ്റ് മീൻ പോലും ഇച്ചിരി വറക്കുമ്പോഴെങ്ങാനും ഇച്ചിരി കട്ടിയായിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എന്തായാലും പല്ലിൻ്റെ പ്രശ്നമൊന്ന് ഡോക്ടറെ കാണാനൊന്ന് പോകണം. പേസ്റ്റൊക്കെ മാറ്റിയാൽ ചിലപ്പം വ്യത്യാസം വരുമായിരിക്കാം, നോക്കാം. അപ്പം ഞാൻ മീനൊന്ന് കഴുകിയെടുത്ത് മസാല പുരട്ടി വെച്ചിട്ട് കുളിക്കാം. എന്നിട്ട് വന്ന് നമുക്ക് ചോറൊക്കെ ഉണ്ണാം. ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അവിയൽ കൊണ്ടുവന്നു, മോരുകറി ഇവിടെ ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഇച്ചിരങ്ങാണ്ട് ഇരിപ്പുണ്ട്, നോക്കട്ടെ. ഞാൻ പറയാൻ മറന്നുപോയി, ഞാനിന്ന് മീൻ വാങ്ങാൻ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന 2 പേരെ കണ്ടു. ഒരാൾക്ക് എന്നെ മനസ്സിലായി, എന്നോട് ചിരിച്ചൊക്കെ കാണിച്ചു, സംസാരിച്ചൊന്നുമില്ല. ഒരാൾ എന്നോട് ചോദിച്ചു വീഡിയോ ഒക്കെ ചെയ്യാറില്ലേ, ഇന്നും കൂടി ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ, ഒരുപാട് ഇഷ്ടമാണ്, എല്ലാ വീഡിയോയും കാണുമെന്ന് പറഞ്ഞു. വിദ്യ എന്നാണ് പേര് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് വീട്. അപ്പം അങ്ങനെ മിണ്ടിയൊക്കെ കേട്ടോ, ഒരുപാട് സന്തോഷം തോന്നി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ കാണാനായിട്ട് വന്നവരുണ്ട്. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലുമൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരോടും സ്നേഹം. ചിലരാണെങ്കിൽ ഒരുപാട് ദൂരെ നിന്നൊക്കെ കുറച്ചൊക്കെ മെനക്കെട്ട് തന്നെ എന്നെ കാണാൻ വന്നവരുണ്ട്. ഒരുപാട് സന്തോഷം എല്ലാവരോടും. എനിക്കത് കൂടുതലൊന്നും എനിക്ക് തരുന്ന സ്നേഹത്തിന് പ്രതികരിച്ച് ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരോടും സ്നേഹം പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. എല്ലാവരുടെയും സന്മനസ്സിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. എനിക്കതിൽ കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന പോലെ വീഡിയോ മാക്സിമം കണ്ട് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്ത് പോകണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ എത്തപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പലയിടത്തു നിന്നുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ, ജോലിക്ക് പോകുന്നുണ്ട്, ഇതിൽ നിന്നുള്ള വരുമാനമുണ്ട് എന്ന് കളിയാക്കി പുച്ഛിച്ചൊക്കെ പറയുന്നവരുണ്ട് എന്നുള്ളത് എനിക്ക് ഈ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെയൊക്കെ വന്ന സമയം മുതൽ നമ്മൾ എവിടെയെങ്കിലും സ്വന്തമായിട്ട് ഒരിച്ചിരി സ്ഥലം മേടിക്കണം, വീട് വെക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ പലയിടത്തും പോയി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ട്, വീടിനെ പറ്റി ആലോചിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് പറയുന്നുണ്ട്, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെയുള്ള. അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ചിലരെന്നോട് പറയുന്നതാണ്, ചേച്ചിയുടെ കാര്യം, ചേച്ചി സത്യത്തിൽ ഇങ്ങനെ വീട് വാങ്ങിക്കാൻ തുടങ്ങുന്നതോ അല്ലെങ്കിൽ സ്ഥലം നോക്കുന്നതോ ഒന്നും ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ജോലിക്ക് പോയി ശമ്പളം മേടിക്കുന്നതും യൂട്യൂബിൻ്റെ വരുമാനം ഉണ്ടാക്കുന്നതും ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട്. അതെന്താ അങ്ങനെ ഒരു നമ്മൾ എന്താ പറയുക, നമ്മളോട് ശത്രുക്കളായിട്ടിരിക്കുന്നവരോ സ്നേഹത്തിലിരിക്കുന്നവരോ എന്തോ ആയിക്കോട്ടെ, നമ്മളെപ്പോലെ ഒരു മനുഷ്യജീവിയല്ലേ, അവർ പട്ടിണി കിടക്കാതെ അവരുടെ കാര്യങ്ങളുമായിട്ട് ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ്. ആരും പട്ടിണി കിടന്നോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നതോ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് എൻ്റെ ശത്രുക്കളായിട്ടുള്ളവരാണെങ്കിൽ പോലും. എനിക്ക് ശത്രുക്കളൊന്നുമില്ല, എന്നോട് ശത്രുതയുള്ളവരുടെ കാര്യം പറഞ്ഞു. അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടി പോയാൽ മതി എല്ലാവരും എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ്. ആരും സങ്കടപ്പെട്ട് കണ്ണുനീരൊഴുക്കി ദുഃഖവും ദുരിതമായിട്ടിരിക്കുന്നത് എനിക്ക് എന്തോ അത് കാണുമ്പം എനിക്ക് മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷേ എന്താണ് ഇങ്ങനെ ചില മനുഷ്യർ, മറ്റുള്ളവർ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് കാണുമ്പോൾ ഇത്ര ദുഃഖിക്കുന്ന എന്തിനാണ്? അവരുടെ മനസ്സിൻ്റെ എന്താ ഒരു വികലതയായിരിക്കും, അതല്ലയോ? അതെന്തെങ്കിലും മാനസിക വൈകല്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവരുടെ സന്തോഷങ്ങളും അവരുടെ ചിരിയും കാണുമ്പോൾ ഈ മനസ്സിൽ ഇത്രയും ഇങ്ങനെ ദുഷിപ്പ് വരുന്നത് വൈകല്യം തന്നെ ആയിരിക്കാം. ഈ കാര്യം എന്നോട് പറഞ്ഞ ആളിനോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ഈ പറയുന്ന മനുഷ്യരോടൊക്കെ ചെയ്തു? ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ വാടക വീട്ടിലേക്ക് അവിടുന്ന് ഇറങ്ങിപ്പോയത് കണ്ടപ്പോൾ അവരെന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും ഈ പറയുന്ന ആൾക്കാരൊക്കെ. അവിടെ വഴിയാധാരമായി മക്കളെയും കൊണ്ട് റോഡിൽ ഇറങ്ങിയെന്ന് പറഞ്ഞ് സന്തോഷിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടാവും അന്നത്തെ ദിവസം. അപ്പോൾ അതൊന്നും ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും ഓർത്തിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ പൊതുവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാനിതെൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ സമ്പാദിക്കണം. നമ്മളെ കൊണ്ടാവുന്നത്രയും. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ദൈവത്തെ വിളിച്ചുകൊണ്ട് നമ്മൾ
നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വഴികളിലൂടെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ഞാനിപ്പം എനിക്ക് സുഖമില്ല, എനിക്ക് വയ്യാഴിയാണ്, ഞാൻ വീട്ടിൽ ഇരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആരോടും കൈ നീട്ടുന്നില്ല. എന്നെക്കൊണ്ട് ആവുന്നത്രയും ഞാൻ കഷ്ടപ്പെടുന്നു, ആവുന്നതിൻ്റെ അപ്പുറം ഞാൻ കഷ്ടപ്പെടുന്നു. അത് പുറമെ നിന്ന് നോക്കുമ്പോൾ എന്തോ കുഴപ്പം എന്ന് തോന്നും. എന്നെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ വയ്യാഴിക, എൻ്റെ മാനസിക പ്രയാസങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ അവസ്ഥ, ഇതൊക്കെ എന്നെക്കാളും അറിയാവുന്ന ഒരാൾ പോലും ഇല്ല. പിന്നെ ദൈവത്തിനും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇതൊക്കെ ഒരു വരുമാന മാർഗമാണ്. നിങ്ങളുടെ സപ്പോർട്ടിലൂടെ എനിക്ക് കിട്ടുന്നത് ഒരു ജീവിത മാർഗമാണ്. അത് നിങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായവരാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വീഡിയോ ഒക്കെ കാണണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇതൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെന്താണ് പ്രിയങ്ങളെ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വിളിച്ചല്ലോ. ഏത് കാര്യം? ടിവിയുടെ കാര്യം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി, അതിരുകളില്ലാത്ത സ്നേഹം. കുളിയും ജപമൊക്കെ കഴിഞ്ഞ പ്രിയങ്ങളെ, കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കട്ടെ. കുറച്ച് ഇരിപ്പുണ്ട്, നമ്മൾ 2 ദിവസം ആയില്ലേ, അതങ്ങ് കളയവോ. നമുക്ക് വേറെ കുറച്ച് തിളപ്പിച്ച് വെക്കാം. നമ്മുടെ വെള്ളം തിളപ്പിക്കുന്ന പൊടി ദാഹമുക്തിയാണ് മേടിക്കുന്നത്, തീർന്നു. ഇത്രയും കൂടി ഉള്ളു. കണ്ണിൽ ഇച്ചിരി മരുന്ന് ഒഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചോറിടാം. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇന്നില്ല. വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് കുടിക്കാനുള്ളത്. ഒറ്റ ഡ്രോപ്പ് ഒഴിക്കാനുള്ളത്, ഒറ്റ ഡ്രോപ്പ്, ഒരു തുള്ളി, 2 കണ്ണിൽ ഒഴിക്കണം. ഈ കണ്ണിനായിരുന്നു വലിയ പ്രശ്നം. ഇതിന് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ കണ്ണ് എനിക്ക് മരുന്ന് കഴിച്ചപ്പോൾ ഈ കണ്ണ് നീറും. ഇതിന് കുഴപ്പമില്ല. കണ്ണടയ്ക്കുമ്പോഴും ഇങ്ങനെ വെക്കുമ്പോൾ വേദനയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു കാര്യമില്ലേ, ബാംഗ്ലൂർ പഠിക്കാൻ വിടുന്നതിനെ പറ്റി ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരു അമ്മയും മോനോട് എൻ്റെ അടുക്ക വന്നു. 2 പേര് വന്നു. അപ്പോൾ മോനെ ബാംഗ്ലൂരിൽ റേഡിയോളജി പഠിക്കാൻ കോഴ്സിൽ അഡ്മിഷനൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അപ്പോൾ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞത്, അമ്മക്കിളി പറയുന്നത് കേട്ടായിരുന്നു, ആ വീഡിയോ കണ്ടായിരുന്നു. നമ്മളോട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആദ്യം വിഷമമൊക്കെ ആണല്ലോ, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വേണ്ടിയിട്ടൊക്കെ പോയായിരുന്നു. നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങളത് ആ വഴി പോകരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. പിടിച്ചു കെട്ടിയിട്ട് എത്ര നാൾ നമ്മൾ വളർത്താൻ പറ്റും? എല്ലാം ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും എൻ്റെ പ്രിയങ്ങളോട് പറയത്തില്ലേ, എനിക്ക് വിദ്യാഭ്യാസം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നേടിയെടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് ഒരു ടീച്ചറാവണമെന്നാണ്. നമുക്ക് മുന്നിൽ കുറേ പ്രതിബന്ധങ്ങൾ വന്നു. നമ്മൾ ആ പ്രതിബന്ധങ്ങളൊന്നും അതിജീവിക്കാനുള്ള ഒരു കഴിവില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവർക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര പഠിപ്പിക്കാൻ എനിക്ക് പറ്റുമോ അത്രയും പഠിപ്പിക്കണം എന്ന് തന്നെയാണ് പ്രിയങ്ങളെ ആഗ്രഹം. വിശക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് പുട്ടായിരുന്നു. രാവിലെ അമ്മയാണ് പുട്ടുണ്ടാക്കിയത്. ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് കുളിച്ച് അങ്ങോട്ട് വീണ്ടും പോയി. എന്നിട്ട് അമ്മയുടെ അടുക്കൽ നിന്ന് കഴിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. അപ്പം ഞാൻ ഇച്ചിരി പുട്ട് കൊണ്ടുപോയി ഉച്ചയ്ക്ക് കഴിക്കാൻ. പക്ഷെ ഇപ്പം എനിക്ക് വിശക്കുന്നു. പുട്ടൊക്കെ എളുപ്പം ദഹിക്കത്തില്ല. മോന് കിട്ടോ? ഓ, സൗണ്ട് ഇല്ല തീരെ. ഇല്ല, സിനിമയ്ക്കകത്ത് പോലെ ഒറ്റയ്ക്കോ അത് ചോദിക്കുന്ന പോലെ.
ഒരു കഷ്ണം എനിക്ക് എടുത്ത് വെച്ചിട്ട് പോയത്. പിന്നെ അവിയൽ വിളമ്പി, നല്ല സൂപ്പർ അവിയലെന്ന് വെച്ചാൽ അടിപൊളി അവിയലായിരുന്നു കേട്ടോ. ഒരുപാട് നാളായി അവിയൽ കൂട്ടിയിട്ട്, അതുകൊണ്ടായിരിക്കും ഇത്രയും ടേസ്റ്റ് തോന്നിയത്. മോരുകറി ഒഴിക്കട്ടെ, കഴിക്കട്ടെ പ്രിയങ്ങളെ. ആരും വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയങ്ങളോടെല്ലാം പതിവ് പോലെ സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.